ദലൈലാമയുടെ സുരക്ഷ കൂട്ടി. സെറ്റ് കാറ്റഗറി സുരക്ഷ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ജീവന ഭീഷണി എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അർജുൻ പീതാംബരം വിവരങ്ങൾ നൽകും. അർജുൻ, എപ്പോഴാണ് അങ്ങനെ ഒരു ഭീഷണി സന്ദേശങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയുണ്ടായോ? എപ്പോൾ മുതലാണ് ഈ സുരക്ഷാ വർധന? കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്റലിജൻസ് ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സെറ്റ് കാറ്റഗറി സുരക്ഷ ദലൈലാമയ്ക്ക് ഏർപ്പെടുത്താൻ അത് എത്രയും പെട്ടെന്ന്, അതായത് ഈ ഉത്തരവ് വന്ന് ഇതിനോടകം തന്നെ സെറ്റ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും മറ്റ് നടപടികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലടക്കം, അതുപോലെ അദ്ദേഹം പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പവുമെല്ലാം തന്നെ 33 അംഗങ്ങളുടെ അധികമുള്ള സുരക്ഷാ സംഘം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 1989 89 മുതലാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ താമസം ആരംഭിച്ചത്. അന്ന് മുതൽ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സുരക്ഷാ ഭീഷണികൾ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ചും ചൈനീസ് ബാഗ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്നും, ഒരുപാട് സംഘടനകളിൽ നിന്നടക്കം അദ്ദേഹത്തിന് നിരന്തരം ഭീഷണികൾ ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. ഏറ്റവും പുതുതായിട്ട് വന്ന സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ IB റിപ്പോർട്ട് പ്രകാരം സെറ്റ് കാറ്റഗറി സുരക്ഷ ഒരുക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്.